പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനമായ ദൈവഭക്തിയെ കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുക. ദൈവഭക്തി എന്നത് നമ്മൾ കേൾക്കുമ്പോൾ അല്പം സംശയം തോന്നിയേക്കാം. പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് ദൈവഭയം എന്നുള്ളതാണ്. ദൈവഭയം എന്ന വാക്ക് ഭാഷാപരമായി നോക്കുമ്പോൾ അത്ര കൃത്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ദൈവഭക്തി എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവഭയം എന്ന് പറയുന്നത് ഇത് രണ്ടും ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധത്തിന്റെ ആകത്തുകയാണ്. ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യനോട് കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചവനാണ്. പഴയ നിയമത്തില് യഹോവ എന്ന പേരുണ്ടായിരുന്ന ദൈവം അകലങ്ങളിൽ ഇരുന്ന് ഭരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത ദൈവം, ഭയാനകമായ ദൈവം, ഒരുപക്ഷെ നേരിൽ കാണാൻ എന്തിന് പേര് വിളിക്കാൻ പോലും പാടില്ലാത്ത ഒരു ദൈവം സങ്കല്പമാണ് പഴയ നിയമത്തിൽ ഉണ്ടായത് എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാഹുവേ എന്ന പേര് മാറി ഇമ്മാനുവേലായി. ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ. അപ്പൊ പഴയ നിയമ സങ്കല്പമാണ്, പഴയ നിയമത്തില് ദൈവത്തോട് മനുഷ്യനുണ്ടായിരുന്ന വിചാരങ്ങളുടെ ആകത്തുകയാണ് ദൈവഭയം എന്നുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിന്റെ തോടുള്ള ഭയമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഭക്തിയാണ്. ആ ഭക്തി പലതരത്തിലുണ്ടാകാം. ദൈവത്തോട് മാത്രമല്ല, ഏതൊരു ഭക്തിയും പല വിധത്തിലുണ്ടാകാം. ഭയം കൊണ്ട് ഭക്തി ഉണ്ടാകാം. നമുക്ക് ഭയമുള്ള ഒരാളോട് നമ്മൾ ആദരവും ഭക്തിയും ഒക്കെ കാണിക്കും. ഉദാഹരണത്തിന്, ഒരു കുട്ടി പോലീസുകാരനെ കാണുമ്പോൾ ഭക്തി കാണിക്കും. ഒരു കുട്ടി അധ്യാപകനെ കാണുമ്പോൾ ഭക്തി കാണിക്കും. ആ ഭക്തി ഒന്നും സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ ഉള്ളതല്ല, മറിച്ച് ഭയം കൊണ്ടുള്ളതാണ്. ഭയം കൊണ്ട് ഭക്തി ഉണ്ടാകും. മറ്റൊന്ന്, വികാരങ്ങൾ കൊണ്ട് ഭക്തി ഉണ്ടാകാം, ആശ്ചര്യങ്ങൾ കൊണ്ട് ഭക്തി ഉണ്ടാകാം. ഉദാഹരണത്തിന്, എനിക്ക് സിനിമ വലിയ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ നന്നായിട്ട് അഭിനയിക്കുന്ന വ്യക്തികളോട് എനിക്ക് ഭക്തി ഉണ്ടാകാം. എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടെന്ന് വിചാരിക്കും. 4 പേരുടെ മുമ്പിൽ സ്റ്റാറായി നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്ക് ഭക്തി ഉണ്ടാകാം. എനിക്ക് എൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരോട് എനിക്ക് ഭക്തി ഉണ്ടാകാം. എൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ എന്നോട് പെരുമാറുന്നവരോട് എനിക്ക് ഭക്തി ഉണ്ടാകാം. ഇതൊക്കെ മനസ്സിനോട് ചേർന്നതാണ്, ശരീരത്തോട് ചേർന്നതാണ്. അപ്പോൾ ഒരർത്ഥത്തില് മനസ്സും ശരീരത്തിനോടും ചേർന്ന് പോകുന്നവരോട് ഭക്തി ഉണ്ടാകും. അതൊരു പക്ഷേ ജീവിത പങ്കാളിയോട് ഭക്തി ഉണ്ടായി എന്ന് വരാം. ചില ജീവിത പങ്കാളികളോട് ഇതര പങ്കാളിക്ക് സ്നേഹം എന്നതിനേക്കാൾ ഒരു പക്ഷെ ഭക്തിയായിരിക്കും. ഭയം കൊണ്ടുള്ള ഭക്തി ഉണ്ടാകാം, ഒരു പക്ഷേ മനസ്സിനിണങ്ങിയത് കൊണ്ടുള്ള ഭക്തി ഉണ്ടാകാം, ഒരു പക്ഷേ ആശ്ചര്യങ്ങൾ കൊണ്ടുള്ള ഭക്തി ഉണ്ടാകാം. ഏതായാലും ഈ ഭക്തി എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, മക്കളോട് ഭക്തിയുള്ള മാതാപിതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ വളർന്നു വരികയും തങ്ങൾക്ക് എത്താൻ പറ്റാത്ത മേഖലകളിലേക്ക്, തങ്ങൾക്ക് എത്താൻ പറ്റാത്ത സമ്പത്തിലേക്ക്, തങ്ങൾക്ക് എത്താൻ പറ്റാത്ത വിദ്യാഭ്യാസത്തിലേക്ക് മക്കൾ എത്തുമ്പോൾ മക്കളോട് ഭക്തി ഉണ്ടാകുക. അതുകൊണ്ട് മക്കളൊരു തെറ്റ് ചെയ്താല് അയ്യോ അത് പറയാൻ പറ്റില്ല, കാരണം അവനൊക്കെ വളർന്നുപോയി. ഭക്തിയാ മക്കളോട്. വളരെ ഈ ഭക്തിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അത് ഭക്തിയും ഭയവും തമ്മിൽ ചെറിയ വ്യത്യാസമേ വരുള്ളൂ. അതുകൊണ്ട് ഈ ഭയത്തെ ഒന്ന് പഠിക്കേണ്ടത്. സ്ഥാനം കൊണ്ട് ഭക്തി ഉണ്ടാകാം. മുഖ്യമന്ത്രിയോടുള്ള ഭക്തി പലപ്പോഴും ഇന്നത്തെ കാലത്തില് ചിലരൊക്കെ മന്ത്രിസ്ഥാനത്തിലേക്ക് വരുന്നു, ചിലരൊക്കെ ജനപ്രതിനിധിയിലേക്ക് വരുന്നു, ചിലരൊക്കെ വികാരി സ്ഥാനത്തേക്ക് വരുന്നു, ചിലരൊക്കെ മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്നു. സ്ഥാനം കൊണ്ട് ആദരവ് കിട്ടുമ്പോൾ, ഭക്തി കിട്ടുമ്പോൾ അത് പലപ്പോഴും ആ വ്യക്തിയോടുള്ള ഭക്തിയല്ല, ആ സ്ഥാനത്തോടുള്ള ഭക്തിയാണ്.
ആ സ്ഥാനം പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. അപ്പം ഭക്തി സ്ഥാനം കൊണ്ട് കിട്ടാം. ഭർത്താവിന്റെ സ്ഥാനം കൊണ്ട് ഭക്തി ഉണ്ടാകാം, ഭാര്യയുടെ സ്ഥാനം കൊണ്ട് ഭക്തി ഉണ്ടാകാം, കുടുംബനാഥന്റെ സ്ഥാനം കൊണ്ട് ഭക്തി ഉണ്ടാകും. അപ്പൊ സ്ഥാനം കൊണ്ട് ഭക്തി ഉണ്ടാകും, സ്നേഹാദരവുകൾ കൊണ്ട് ഭക്തി ഉണ്ടാകും. വളരെ അപൂർവമായിട്ട് നമ്മുടെ ജീവിതത്തില് മാതൃകാപരമായിട്ട് ജീവിക്കുന്നു എന്ന് തോന്നുന്ന മനുഷ്യരോട് സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാവുകയും അവരോട് ഭക്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം. സംസ്കാരം കൊണ്ട് ഭക്തി ഉണ്ടാകും. ഞാൻ എൻ്റെ പ്രായത്തിൽ മുതിർന്നവരെ ഞാൻ ആദരിക്കേണ്ടവനാണ് എന്നതുകൊണ്ട് അയാളോട് എനിക്ക് ഭക്തിയുണ്ട്. അതെന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എൻ്റെ കുടുംബ മഹിമയനുസരിച്ച് എൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നവരോട് ഒരു ഭക്തിയും ആദരവും ഒക്കെ കാണിച്ചു, സ്നേഹത്വവും ആദരവും അല്ലെങ്കിൽ സംസ്കാരം, എൻ്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് എനിക്ക് ആദരവുണ്ട്. ഒരു പക്ഷേ പാശ്ചാത്യ നാട്ടില് ആ സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് ഈ ഭക്തിയിൽ ഉണ്ടായില്ല എന്നത്. ഈ പുതിയ സംസ്കാരത്തില് ആ സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് ഭക്തി ഇല്ലാതിരിക്കുകയും ചെയ്യാം. സംസ്കാരത്തോട് ചേർന്നുള്ള ഭക്തികളൊക്കെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. സ്നേഹാദരവുകൾ കൊണ്ടുള്ള ഭക്തി ഇന്ന് കുറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. സ്ഥാനം കൊണ്ടുണ്ടാകുന്ന ഭക്തി കുറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഭക്തി കുറയുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായ ഭക്തിയാണ്. ആ ഭക്തിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കണം. നേട്ടങ്ങൾ കൊണ്ട് ഭക്തി ഉണ്ടാകും. എനിക്ക് ഏത് സമയവും സഹായങ്ങൾ തരുന്നു, എനിക്ക് ഏത് സമയവും സമ്മാനങ്ങൾ തരുന്നു, എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല നേട്ടങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് ആ നേട്ടങ്ങൾ തരുന്നവരോട് ഭക്തി ഉണ്ടാകും. അപ്പൊ ഭക്തി ഉണ്ടാകാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിന്റെ അകത്ത് യഥാർത്ഥത്തില് ദൈവത്തോടുള്ള ഭക്തി എന്തായിരിക്കണം? യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ഭക്തി എന്തായിരിക്കും? അതാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ. സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് നമ്മൾ അറിയണം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പൊ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കി നമ്മളെ. അതായത് ചുരുക്കി പറഞ്ഞാല് പുത്രരായിട്ട് ദത്തെടുത്തു എന്നർത്ഥം. പുത്രസ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തി എന്നർത്ഥം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. അതിന്റെ അർത്ഥം തൻ്റെ പുത്രനായ ക്രിസ്തു ആദ്യജാതനാകണം. അപ്പം നമ്മളൊക്കെയോ പിന്നെ ജനിച്ചവരാ. അപ്പൊ അതിന്റെ അർത്ഥം ദൈവ ഭക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യത്തില് ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് ദൈവഭക്തി. ഒന്നുകൂടി പറയാം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഭക്തി. ആ ബോധ്യത്തോടുകൂടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ആ ബോധ്യത്തോടുകൂടി ഞാൻ ജീവിക്കുന്നത്, ആ ബോധ്യത്തോടുകൂടി ഞാൻ മക്കളെ ജനിപ്പിച്ചു വളർത്തുന്നു, ആ ബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ബന്ധപ്പെടുത്തുന്നു, ആ ബോധ്യത്തോടുകൂടി ഞാൻ ഈ സമൂഹത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു, ആ ബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ ദൈവ ശുശ്രൂഷ ചെയ്യുന്നത്, ആ ബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ സഭാ ശുശ്രൂഷ ചെയ്യുന്നത്, ആ ബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നു, ആ ബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ കടമകൾ ചെയ്യുന്നത്, ആ ബോധ്യത്തോടുകൂടി ഞാൻ ഈ രാഷ്ട്രത്തോടുള്ള കടമകൾ ചെയ്യുമ്പോൾ, ഏത് ബോധ്യത്തോടുകൂടി? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യത്തോടുകൂടി. ആ ബോധ്യമാണ്, ആ ജീവിത ബോധ്യമാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ദൈവഭക്തി എന്ന് പറയുന്നത് കുറെ ഹല്ലേലൂയ വിളിക്കുന്നതോ, കുറെ കൊന്ത ചെല്ലുന്നതോ, കുറെ പ്രാർത്ഥനാ നമസ്കാരങ്ങൾ ഉരുവിടുന്നതോ ഇതൊന്നുമല്ല. ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ആ ഭാഗമാകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ
മകനാണ്, മകളാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. എൻ്റെ ഒരു ജീവിതാനുഭവം ഈ തരുണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഈ പ്രാർത്ഥന ചെല്ലാൻ പോകുമ്പോൾ ഉറക്കം തോന്നുന്നു. സാധാരണഗതിയിൽ അങ്ങനെ പറയുമ്പോൾ ആത്മീയ പിതാക്കന്മാർ പറയും പ്രാർത്ഥിച്ചാൽ മതി, നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മതി, അപ്പൊ ഉറക്കം പൊക്കോളും. ഇതങ്ങനെ പോകാനാ ഫലവിചാരം, ഇതെങ്ങനെ പോകാനാ? അപ്പൊ ഉറക്കവും ഫലവിചാരവും ഒക്കെ പോകാൻ അങ്ങനെ ഫലവിചാരത്തെ കളയാൻ നോക്കി പോകുന്നില്ല. അവസാനം ഫലവിചാരത്തെ ഒഴിവാക്കാനായിട്ട് ഒരു വിദ്യ പറഞ്ഞു, ഫലവിചാരത്തെ കളയാനായിട്ട് ഒരു വിദ്യ പറഞ്ഞിട്ടുണ്ട്, കിട്ടി. എൻ്റെ ഒരു ആത്മീയ ഗുരു പറഞ്ഞു തന്നു, മോനെ, ഫലവിചാരം മനസ്സറിവോടുകൂടി വരുത്തരുത്. നമ്മൾ മനസ്സറിയാതെ ഫലവിചാരം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്ന നിമിഷം നീ ദൈവത്തോട് പറയണം, ദൈവമേ, ഈ കാര്യങ്ങള് എൻ്റെ പ്രശ്നങ്ങളാ, ഇത് എൻ്റെ പ്രാർത്ഥനയായിട്ട് ഈ ഫലവിചാരത്തെയും നീ പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കണം എന്ന് ഒരു അടിക്കുറിപ്പ് കൊടുത്തു കഴിയുമ്പോൾ നിന്റെ ഫലവിചാരത്തെയും പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, അച്ഛനൊന്ന് വിശദീകരിച്ചു തന്നെ. ഞാൻ പറഞ്ഞു, മോനെ, ഒരു കൊച്ചുകുട്ടി നഴ്സറി പഠിക്കുന്നു, LKG പഠിക്കുന്നു, അല്ലെ UKG പഠിക്കുന്നു. ആ കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞ് ആ ഡ്രസ്സോടുകൂടി അല്ലെങ്കിൽ ആ അവസ്ഥയോടുകൂടി തന്നെ, ബാഗോടുകൂടി തന്നെ ഓടിച്ചെന്ന് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അപ്പന്റെയോ അമ്മയുടെയോ മടിയിൽ ചാടിക്കയറിയിരിക്കും. എന്നിട്ട് പറയും, ഇന്നതൊക്കെയാ നടന്നെ. നല്ല കാര്യങ്ങൾ, സന്തോഷമുണ്ടായ കാര്യങ്ങളൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പറയും. അപ്പോ പുറത്തു തട്ടിയും അല്ലെങ്കിൽ വെരി ഗുഡ് പറഞ്ഞും ഒക്കെ ആ അപ്പനോ അമ്മയോ ഒക്കെ നിന്നെ പ്രോത്സാഹിപ്പിക്കും. ചില ദുഃഖമുള്ള കാര്യങ്ങൾ വളരെ വിഷമത്തോടു കൂടി പറയും. അപ്പോ ആ അപ്പനോ അമ്മയോ നിന്നെ സ്വാന്തനപ്പെടുത്തും, സാരമില്ല, പോട്ടെ, അത് ശരിയാക്കാം, ഞാനത് ചോദിച്ചോളാം, മോനെ വിഷമിക്കണ്ട, നാളെ മോന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഇതല്ലേ പ്രാർത്ഥന? ഇതാണ് പ്രാർത്ഥന. ഇതാണ് പ്രാർത്ഥന എന്ന് ആ വൈദികൻ എന്നെ പഠിപ്പിക്കുകയെ. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ദൈവപുത്ര ബോധത്തോടുകൂടി ഞാൻ ചെയ്യുന്നതൊക്കെ ദൈവഭക്തിയാണ്. ദൈവപുത്ര ബോധത്തോടുകൂടി ഞാൻ ചെയ്യുന്നതൊക്കെ ദൈവഭക്തിയാണ്. ആ ബോധത്തോടുകൂടി വേണം ചെയ്യാൻ. ആ ബോധത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല. ആ ബോധത്തിന് നിരക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ആ ബോധത്തിന് നിരക്കുന്നത് മാത്രമേ ചിന്തിക്കാവൂ. ആ ബോധത്തിന് നിരക്കുന്നത് മാത്രമേ പറയാവൂ. നമ്മുടെ ആധ്യാത്മിക ചരിത്രം പഠിക്കുമ്പോൾ ആധ്യാത്മിക വഴികള് തുറന്ന മനുഷ്യരെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ, മുഹമ്മദ് നബി, യേശു എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ആ പട്ടികകൾ നീളുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെയും മാതാപിതാക്കന്മാര് ഇല്ലാതിരുന്നവരോ ഉണ്ടായിരുന്നിട്ട് മാതാപിതാക്കന്മാരുടെ സ്നേഹവാത്സല്യത്തില് ജീവിക്കാൻ സാധിക്കാതെ പോവുകയോ ചെയ്തവരാണ്. ഞാൻ പറയുന്ന വാക്കുകള് അതിന്റെ അർത്ഥത്തില് ആഴത്തിൽ പഠിക്കണം. മാതാപുത്ര സ്ഥാനത്തെ അതിന്റെ പൂർണ്ണതയില് അനുഭവിക്കാൻ സാധിക്കാതെ പോയവര് അവരുടെ മാതൃ പിതൃ അന്വേഷണത്തിന്റെ അനന്തരഫലമാണ് എല്ലാ ആധ്യാത്മിക വഴികളും ഉണ്ടായത്. അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തിയവൻ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു. ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ കൃത്യമായി നിർവചിച്ചു വെച്ചവൻ ക്രിസ്തു. എന്റെ ദൈവം അത് അബ്ബയാണ്, അപ്പനാണ് എന്ന് നിർവചിച്ചവനാണ് ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, എന്റെ അപ്പനാണ് ക്രിസ്തു, എന്റെ ഇച്ഛായനാണ് ക്രിസ്തു ദൈവം, എന്റെ ചാച്ചനാണ് ദൈവം എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കൊക്കെ ഉള്ളൂ. തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. ദൈവഭക്തി എന്ന് പറയുന്നത് അതാണ്.
ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന ബോധ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ അതൊക്കെ ചെയ്താല് അതൊന്നും ദൈവഭക്തിയുടെ കാര്യമാകില്ല എന്ന് സാരം. സമയം വൈകിയതുകൊണ്ട് ചുരുക്കിയാണ്. ഇന്ന് ധ്യാനത്തിന് വേണ്ടി എടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്ന വചനം അല്പം നീണ്ടതാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, ആവശ്യമുള്ളവരൊന്ന് കുറിച്ചു വയ്ക്കുക. വളരെ ആഴമുള്ള വചനമാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 4 തുടങ്ങി 6 വരെയുള്ള വചനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും, സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കേൾക്കണേ, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ് അവൻ. നമ്മുടെ പ്രാർത്ഥനാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച്, നമ്മുടെ ഗ്രൂപ്പിലെ കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ തർക്കങ്ങളും വിതർക്കങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം അത് യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ തർക്കിക്കുവാനുള്ള ദുർവാസനയ്ക്ക് വിധേയനാണെന്നാണ്. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും പ്രത്യേകിച്ച് കേൾക്കണേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ വായിക്കേണ്ടതാണ്. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ. നമ്മുടെ നൊവേനകള് ഒക്കെ ഈ ധനാഗമ മാർഗത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങള് ഒക്കെ ഈ ധനാഗമ മാർഗത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ക്രിസ്തു പറയുന്നത്? ദൈവഭക്തി ധനാഗമ മാർഗത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്ന മനുഷ്യര് അവരാരാണ്? ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ആണെന്ന് കരുതുന്നവരായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിന്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. അപ്പൊ ദൈവഭക്തി ഒരുപാട് തിന്മകളിലേക്ക് നയിക്കാം, ഒരുപാട് നന്മകളിലേക്ക് നയിക്കാം. അതാണ് ഈ വചനം പറയുന്നത്. ദൈവഭക്തി നന്മയിലേക്ക് നയിക്കണമെങ്കിൽ അത് ദൈവപുത്ര ബോധത്തോടു കൂടിയുള്ള ദൈവഭക്തിയായിരിക്കും. പത്രോസിന്റെ ലേഖനം, 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുവാൻ നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നമുക്ക് ശുഷ്കാന്തിയുള്ളവരായിരിക്കാം, വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കാൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.